നിങ്ങൾ അറിഞ്ഞു കാണും. അതായത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് 2 വർഷം കഴിഞ്ഞിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് ആ വാറിന് ഒരു പ്രപ്പോസൽ കൊടുത്തേക്കുവാണ്. 78 മണിക്കൂറിനുള്ളിൽ ഒരു സീസ് ഫയർ സൊല്യൂഷൻ ഉണ്ടാകും. അതായിരിക്കും ഇസ്രായേലിൻ്റെ സീസ് ഫയറിൻ്റെ സൊല്യൂഷൻ. ഈ പ്രപ്പോസലുമായി ബന്ധപ്പെട്ട് അവരിപ്പോൾ ഫയറിംഗ് ഒന്നുമില്ല. അതായത് എങ്ങനെയാണ് ഹമാസ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ ഒപ്പീനിയൻസ്, ഗ്ലോബൽ എക്സ്പേർട്ടുകൾ, സ്ട്രാറ്റജിക് എക്സ്പേർട്ടുകൾ, വെസ്റ്റ് ഏഷ്യൻ, അറബ് മേഖല, മുസ്ലിം വേൾഡ്, അവരുടെ എക്സ്പേർട്ടുകൾ ഗ്ലോബലായിട്ട് ഇതിനെപ്പറ്റി പല വ്യാഖ്യാനങ്ങളും പല ഇൻ്റർപ്രിട്ടേഷൻസും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് എൻ്റെ ടേക്ക് എന്ന് പറയുന്നത്, ഈ സംഭവത്തിലൊന്നും പെട്ടുപോയിരിക്കുന്ന അറബ് ലോകമാണ്. പക്ഷേ ഈ പറയുന്ന ഇസ്ലാമിക അറബ് ലോകത്തിന് വേറൊരു വഴിയില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം ഈ 2 വർഷത്തെ വാർ കൊണ്ട് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞ പോലെ തന്നെ ഇസ്രായേൽ അവിടെ ഒരു സൂപ്പർ ഡൂപ്പർ, അതായത് നാറ്റോ ഹെഡ് എന്ന് പറയുന്ന പോലെ വെസ്റ്റ് ഏഷ്യയിലെ ഒരു വലിയ സൈനിക ശക്തിയായിട്ടൊക്കെ മാറി. അപ്പം അവരെ പിന്തുണച്ചുകൊണ്ട് ഈ ഡീലുമായി ബന്ധപ്പെട്ട് 20 പരിപാടികളാണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, യുണൈറ്റഡ് നേഷൻ്റെ ജനറൽ അസംബ്ലിയിൽ അതേപോലെ പല യൂറോപ്യൻ രാജ്യങ്ങളും പാലസ്റ്റീൻ അതോറിറ്റി, അതായത് 2 സ്റ്റേറ്റിലെ പാലസ്റ്റീനെ അംഗീകരിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇത് ആദ്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല. അതെത്രയോ നാളും ഇന്ത്യ അംഗീകരിച്ചു, എത്രയോ രാജ്യങ്ങൾ അംഗീകരിച്ചു. ഈ പല രാജ്യങ്ങളും അതിനിടയ്ക്ക് വീണ്ടും അംഗീകാരമെന്നേ ഉള്ളൂ, അല്ലാതെ ഇതിന് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഇത് ബേസിക്കലി അവിടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് ഒരു പിന്തുണ കൊടുക്കുക എന്ന രീതിയിൽ മാത്രമാണ് വെസ്റ്റ് ബാങ്കിനെ ഈ 2 സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ട് ഈ പാലസ്റ്റീൻ അതോറിറ്റി അംഗീകരിച്ച ശേഷം നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ഗാസയുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് അതിനെന്താ പിന്നെ ടോണി ബ്ലെയറിനെ ഏൽപ്പിക്കുന്ന ഈ ഗാസ ഈ പറയുന്ന പാലസ്റ്റീൻ അതോറിറ്റി അങ്ങ് ഏൽപ്പിച്ചാൽ പോരാ? എൻ്റെ പ്രിസൈസായിട്ട് ചോദ്യം. കാരണം പാലസ്റ്റീൻ അതോറിറ്റിക്കാണ് അതിൻ്റെ ഇൻചാർജ് കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ മുകളിലായിട്ട് മുൻ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ടോണി ബ്ലെയറിനെ കൊണ്ടുവച്ചിരിക്കുക. എന്നിട്ട് പറഞ്ഞത് എന്തുവാ, മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങൾ ടോണി ബ്ലെയറെ സഹായിക്കും സാമ്പത്തികമായിട്ട്. ഇതിനകത്ത് എന്ത് ഉടമ്പടി എന്നായി പറയുന്നത്? ഇസ്രായേലിന് അനുകൂലമായിട്ട് പോയി. ഇനി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് മനസ്സിലായിക്കോണം. കാരണം ഇത് നറേറ്റീവ്സിനകത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ അവിടെയുള്ള അറേബ്യൻ രാജ്യങ്ങളെല്ലാം അംഗീകരിക്കണം. അതുതന്നെയാണ് ഇന്തോനേഷ്യൻ പ്രൈം മിനിസ്റ്റർ UN ജനറൽ അസംബ്ലി പറഞ്ഞത്. കാരണം ഇസ്രായേലിനെ അംഗീകരിച്ചാൽ മാത്രമേ ആ റീജിയൻ്റെ അകത്ത് സമാധാനം ഉണ്ടാകത്തുള്ളൂ. ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇതിനകത്ത് ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം, അവരുടെ സ്ഥിതിയാണ് ഏറ്റവും മോശമെന്ന് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഫ്ലൈറ്റ് കൊടുക്കുന്നു, ചൈന കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് അവിടെ കൊണ്ട് ബോംബ് വിട്ടു ഒരു ന്യൂട്രൽ രാജ്യം. ഈ അമേരിക്ക പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഹമാസിനെയും മുസ്ലിം ബ്രദർഹുഡിനെയും ഇവരെയൊക്കെ അവർ കൂടെ താമസിപ്പിച്ചേക്കുന്നത്. എന്നിട്ട് അവിടെയും കൊണ്ട് ബോംബിട്ടു. എന്നിട്ട് ഖത്തറിനോട് പറഞ്ഞു, ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചിട്ട് ക്ഷമ ചോദിച്ചു, ഇനി ആവർത്തിക്കത്തില്ലെന്ന് പറഞ്ഞു. ആരാ ഇതൊക്കെ ചെയ്യിപ്പിച്ചത്? അമേരിക്ക. നെതന്യാഹുവിനെ കൊണ്ട് ക്ഷമയും പറഞ്ഞു. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞേ? എബ്രഹാം അക്കോർഡ്. അതിനകത്ത് ഖത്തറും വരും. തീർന്നേ. അപ്പം ഇതെല്ലാവരും അംഗീകരിച്ചു. അപ്പം ആരാ ഇവിടെ ഈ അൾട്ടിമേറ്റ്ലി വാർ ജയിച്ചേക്കുന്നത്? ഇസ്രായേൽ. ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ടുണ്ടായ ഡെവലപ്മെന്റ് എന്താ? ഇറാൻ തീർന്നു. ഇറാൻ അൾട്ടിമേറ്റ്ലി തീർന്നു. കാരണം ഇറാനിയൻ പത്രങ്ങളും അത് പറയാൻ തുടങ്ങി. അൾട്ടിമേറ്റായിട്ട് ഇറാൻ അങ്ങ് തീർന്നു. സാമ്പത്തികമായിട്ട് തീർന്നു, സൈനികമായിട്ട് തീർന്നു. അവരുടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗാർഡ് അത് തീർന്നു. ഇവരുടെ സൈനികമായിട്ടുള്ള ആയുധങ്ങൾ അത് തീർന്നു. ഒരു ഡിഫെൻസീവിന് പറ്റാത്ത രാജ്യമായി മാറി. നോക്ക്, സിറിയ തീർന്നുപോയി. വലിയ ശക്തിയാണെന്ന് പറഞ്ഞ ആ രാജ്യം കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷായി. ലെബനൻ അവർ തീർന്നുപോയി. ഇറാൻ നടത്തിയ പ്രോക്സീസ്, ഫ്രണ്ട് ലൈൻ പ്രോക്സീസ്,
അമേരിക്കക്കെതിരെ അറബ് രാജ്യങ്ങൾക്കെതിരെ കൊണ്ടുവന്ന പ്രോക്സീസ് ആണ് ഹിസ്ബുള്ള, ഷിയ പ്രോക്സീസ്, മിലിറ്റന്റ് പ്രോക്സീസ്. ഹിസ്ബുള്ള തീർന്നു, ഹൂത്തീസ് തീർന്നു, ഈ ലെബനൻ തീർന്നു. ഇനി ഇവിടെ എന്തോ ബാക്കിയുള്ളത്? അറേബ്യൻ രാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിന്റെ അമേരിക്കയുടെയും കസ്റ്റഡിയിലായി. ഇതാണ് ഞാൻ ഡേ 1 ഓൺവേർഡ്സ് പറയുന്ന ഈ വാറിനകത്ത് ഒരു വിജയമുണ്ട്. ആ വിജയമായിരിക്കും ഇനിയും വരാനുള്ള ഗ്ലോബലായിട്ട് ജിയോ പൊളിറ്റിക്സിൻ്റെ അകത്ത് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും പൂർണ്ണമായിട്ട് അറേബ്യൻ രാജ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ പോവുക. ഇതിനകത്ത് ബേസിക്കലി ശക്തമായ സ്റ്റാൻഡിലോട്ട് വന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ശ്രദ്ധിച്ചോ? UAEയും സൗദിയും. കാരണം ഖത്തറിനെ നോക്കി നാശവായികളാണ്. ഇവരുടെ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു ഈ ഹമാസ് തീരണം, ഖത്തറിനെ മര്യാദയ്ക്ക് നിർത്തണം, ഇറാനെ തീർക്കണം, ഹൂത്തികളെ ഒതുക്കണം. ഈ സൗദിയുടെയും UAEയുടെയും അവരുടെ ഹിഡൻ അജണ്ടയായിരുന്നിത്. ഇതിനവർ നിരന്തരമായിട്ട് അമേരിക്ക പ്രഷർ ചെയ്യുമായിരുന്നു. അതും കൂടെ നടത്തി കൈ കൊടുത്തു. ഈ ഡീലിനകത്ത് പറയുന്ന 20 ദിന പരിപാടിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ ഹമാസ് കംപ്ലീറ്റ് ആയിട്ട് വെപ്പൺ താഴെ വെക്കും? നടക്കുന്ന കാര്യമല്ല. ഈ ഹമാസ് കംപ്ലീറ്റ് ആയിട്ട് ഗീവപ്പ്, അതായത് മുഴുവനായിട്ട് ഗാസ പാലസ്റ്റീൻ അതോറിറ്റിക്കും അതേപോലെ തേർഡ് പാർട്ടി, അതായത് ടോണി ബ്ലെയർ വരുന്ന ആ ഗ്രൂപ്പിന് വിട്ടുകൊടുക്കുന്നു, നടക്കുന്നില്ല. ഉണ്ടാകാൻ പോകുന്നത് എന്തുവാ? ഈ മുഴുവനും ഗെയിം ഖത്തറിന്റെ ഈജിപ്തിന്റെ തലയിൽ വെച്ച് കൊടുത്തു. അതാണ് ഒടുക്കലത്തെ ഗെയിം എന്ന് പറയുന്നത്. കാരണം ഹമാസ് കീഴടങ്ങുന്നില്ല എങ്കിൽ ഈ 2 രാജ്യങ്ങളുമായിരിക്കും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അതാണ് ആ ഗെയിം പ്ലാൻ. ഇതിനകത്ത് ഈ രാജ്യങ്ങൾ ഖത്തർ എന്ത് ചെയ്യും? ഈ പറയുന്ന അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് സ്വാധീനമുള്ള ഹമാസ് ലീഡർഷിപ്പിനെ കൊണ്ട് സമ്മതിപ്പിക്കും, അതായത് അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കൊണ്ട്. പക്ഷെ ഹമാസിൻ്റെ മിലിഷ്യ കമാൻഡേഴ്സ് അവരൊരു കാരണവശാലും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം വെപ്പൺസ് കയ്യിലെടുത്തവനാ. കാരണം അവരെ താഴെ വെക്കത്തില്ല. അവരുടെ അൾട്ടിമേറ്റ് എയിം എന്തോ അതൊന്നും നടക്കാതെ പോവുകയാണ്. അതായത് മറ്റൊരു ഇസ്ലാമിക തിയറി എന്ന് പറയുന്ന ആ സാധനത്തെ ഇസ്ലാമിക തിയറി വെച്ച് അടിച്ചു കൊന്നു. ഇതാണ് മുസ്ലിം രാജ്യങ്ങളും മുഴുവനും ഈ പറയുന്ന ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ പുറകിലെന്നായി. ആരും അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഹമാസ് മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോലും ഒരു രാജ്യങ്ങളും ഇല്ലാതായി. ഇതാണ് ഉണ്ടായത്. ഖത്തറിന് പോലും വേറെ ഓപ്ഷനല്ല. ഒരു രാജ്യത്തിൻ്റെ സോവറിനിറ്റി, അതായത് അതിൻ്റെ എല്ലാ അധികാരത്തെയും കടന്നു കയറിയിട്ട് അവിടെ കൊണ്ടുവന്ന് ഈ അമേരിക്ക താമസിപ്പിച്ച ഹമാസ് നെഗോഷിയേറ്റേഴ്സിൻ്റെ മേളിൽ കൊണ്ട് ബോംബിട്ടിട്ട് ഒരു മാപ്പ് കൊണ്ട് ഇതൊക്കെ തീർന്നു. എന്തൊക്കെ കുന്തങ്ങളാ പറഞ്ഞ് ഇപ്പം തിരിച്ചടിക്കും, ഇപ്പം അടിക്കും, അതടിക്കും, ഇതടിക്കും. ഞാൻ പറയും ഒരു അടി അടിക്കാനും പോകുന്നില്ല. ഇത് അമേരിക്ക പറഞ്ഞിട്ടാണ് ജയിച്ചത്. അവരുടെ ബേസിനടുത്ത് കൊണ്ട് ബോംബ് ചെയ്യുന്നില്ലേ? അതല്ലേ സംഭവിച്ചത്? ഇതാണ് പറയുന്ന അമേരിക്കൻ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വലിയ പാടാണ്. അവിടെയാണ് നരേന്ദ്രമോദിക്ക് മറ്റുള്ള ആൾക്കാർക്ക് തെറ്റിപ്പോയത്. അവർ വിചാരിച്ചു നമ്മുടെ ലീഡർഷിപ്പ് വിചാരിച്ചു മൈ ഫ്രണ്ട് ക്രിൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുന്തമാകാം. അവന് ഭൂലോകമായിട്ടുള്ള ഹിഡൻ അജണ്ടയുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഗെയിം. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തിരിയുന്നു, ചൈന തിരിയുന്നു, ബംഗ്ലാദേശ് തിരിയുന്നു, ഇന്ത്യ ഒറ്റപ്പെടുന്നു. ഇതാണ് ഉണ്ടായത്. അപ്പം ഈ ഗെയിം തന്നെയാണ്, ഇതിനേക്കാളും കാഠിന്യമായ ഗെയിം വെച്ചാണ് അവരവിടെ കളിച്ചേക്കുന്നത് ഇസ്ലാമിക ലോകത്ത്, മുസ്ലിം വേൾഡിൽ. മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യയിൽ ആലോചിച്ച് നോക്കി. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് അവർക്ക് എന്ത് നേട്ടമുണ്ട്? അവരുടെ മുഴുവൻ ഉരുവപ്പെട്ട മുസ്ലിം, അവരുടെ റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ കമാൻഡേഴ്സ് തീർന്നു. ആ രാജ്യത്തിന് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ തീർന്നു. ഇനി അവിടെ ബാക്കി എന്താ ഉള്ളത്? ഫൈനാൻഷ്യലി തീർന്നു. ഈ പറയുന്ന റിഫൈനറി എല്ലാം കത്തിപ്പോയി. ഇനി അവർക്ക് കൂടെടുത്ത് വല്ലാത്ത രീതി വിൽക്കണം. അതിനുള്ള സാങ്ഷൻ അവരുടെ മുകളിൽ യൂറോപ്യൻ യൂണിയനും യുണൈറ്റഡ് നേഷന്റെ സാങ്ഷൻ വീണ്ടും റീഇമ്പോസ് ചെയ്തു. ഇതാണ് ഗെയിം. ഇതിനകത്ത് എന്തോ ഈ ഗാസ ഈ പറയുന്ന ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ ഡീലൊന്നും അംഗീകരിച്ചില്ല എങ്കിൽ ഹമാസിന്റെ മുകളിൽ ഹമാസിനെ ഞങ്ങൾ തീർക്കും. അമേരിക്കൻ പ്രസിഡന്റിന്റെ മുമ്പിൽ വെച്ച് ഇസ്രായേലി പ്രധാനമന്ത്രി പറയുകയാണ്. കാരണം അതാണ് ഇന്നുണ്ടാകാൻ പോകുന്നത്. ഹമാസ് ഇന്നും അംഗീകരിക്കത്തൊന്നുമില്ല.
അതേപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രോജക്റ്റ് ആയിരുന്നു, അതിനെ അമേരിക്ക ടേക്ക് ഓവർ. ആ പ്രോജക്റ്റിലോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇതൊക്കെ ചുമ്മാതെ ആൾക്കാരും ഈ ഷാഡോ ആയിട്ട് കൊണ്ടുവരുന്ന ഗിമിക്സ് മാത്രമാണ്. അവർക്കൊരു ചാൻസ് കൊടുത്തു, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ? നിങ്ങൾ മനസ്സിലാക്കണം, ഈ വാർ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഗാസയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 2.2 മില്യൺ ആയിരുന്നു. അതായത് ഈ പറയുന്ന ഈ പാലസ്തീൻ അതോറിറ്റി, ഹമാസ് ഒക്കെ പറയുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല കണക്കുകളും പല സോഷ്യൽ മീഡിയയിലും പല മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇപ്പം 2.2 ഏകദേശം 22 ലക്ഷം. ഇപ്പം അത് 6 ലക്ഷത്തിന് താഴെ ഉള്ളൂ. അതാ 22 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷമായിട്ട് മാറി. ഏകദേശം 1 ലക്ഷത്തിന് അടുപ്പിച്ചാണ് ഈ പാലസ്തീൻകാർ കൊല്ലപ്പെട്ടത് ഈ വാറുമായി ബന്ധപ്പെട്ട്. അത് ഹമാസിൻ്റെ ആൾക്കാരും അവർ ഏകദേശം കണക്കുകളൊക്കെ പറയുന്ന ഏകദേശം 20,000 പേരോളം ഉണ്ടായിരുന്നു ഹമാസിൻ്റെ ഈ ടെറർ മിലിഷ്യ ഗ്രൂപ്പ്. ഇനി അതിൻ്റെ അകത്ത് കണ്ട 3,000-3,500 പേരേ ഉള്ളൂ എന്ന് അവർ തന്നെ പറയുന്നത്. അപ്പം അൾട്ടിമേറ്റ്ലി അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് സ്കോർ ചെയ്ത് ഒരൊറ്റ ബിൽഡിംഗ് ഇല്ല. ഗാസയിലെല്ലാം ഇടിച്ചു പൊളിച്ച് ദൂരെ കളഞ്ഞു. തിരിച്ച് പിന്നെ എങ്ങനെയാണ് ഇത് റീബിൽഡ് ചെയ്യുന്നത്? ഈ പറയുന്ന ആൾക്കാർ വന്നാൽ താമസിക്കാൻ സ്ഥലം എവിടെയാണ്? എങ്ങനെ റോഡും ഇല്ല, വള്ളവും ഇല്ല. എങ്ങനെയാണ് അവർക്ക് ഈ പറയുന്ന ആഹാരവും മറ്റുള്ള സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്? ഇസ്രായേലിൽ ഇരുന്നാണ് ടോണി ബ്ലെയർ ഇത് മോണിറ്റർ ചെയ്യാൻ പോകുന്നത്. ഇത് മുഴുവനും അതായത് അറബ് ലോകത്തിന് പറ്റിയ അബദ്ധമാണ് ഇതൊക്കെ മുഴുവൻ. ഈ ഹമാസ് എന്ന് പറയുന്നത് ഒരു ഭൂലോകമായ ഒരു ബ്ലണ്ടർ സംഭവം. അവരുദ്ദേശിച്ച് ഇതൊക്കെ ക്ലീൻ ആയിട്ട് അങ്ങ് നടന്നു പോകും. അൾട്ടിമേറ്റ്ലി ഗാസ എന്ന് പറഞ്ഞപ്പോൾ ആ നശിച്ച നാറാണക്കല്ലായി മാറി, അവിടെ ഒന്നുമില്ലാതായി മാറി. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല, ആൾക്കാർ കൊല്ലപ്പെടുന്നു, ആരും ചോദിക്കാനില്ല. അൽ ജസീറ ചാനൽ ജനസൈഡ് എന്നൊക്കെ പറഞ്ഞ് അതിന് എവിടെ വരെയാണ് റീച്ച് കിട്ടിയത്? ഈ പല യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പറയുന്ന മുഴുവനും കള്ളത്തരമാണ്. ഞാനൊരു കാര്യം പറയാം, എന്ന് അമേരിക്ക അംഗീകരിക്കുന്നു പാലസ്തീനെ 2 സ്റ്റേറ്റായിട്ട്, അന്ന് മാത്രമേ ഇത് നടക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ ഇസ്രായേൽ ഇത് അംഗീകരിക്കത്തുള്ളൂ. ലോകത്തെ ഏത് രാജ്യങ്ങൾക്കുള്ളിൽ ചാടിയാലും ഇസ്രായേൽ അംഗീകരിക്കത്തില്ല. കാരണം ഇസ്രായേലിൻ്റെ മൈറ്റി ആംഡ് പവർ ഫോഴ്സാണ് അവരുടെ കയ്യിലുള്ളത്. അതിനെ അറേബ്യൻ എല്ലാ രാജ്യങ്ങൾക്കും ഭയമാണ്. അവരെന്തും ചെയ്യും. കാരണം അവർ ഇറാനെ കാണിച്ചു കൊടുത്തു, ഹിസ്ബുള്ളക്കെതിരെ കാണിച്ചു കൊടുത്തു, ഖത്തറിൽ കാണിച്ചവർ ആലോചിച്ച് നോക്കണം. ലെബനനെ കാണിച്ചു കൊടുത്തു, സിറിയയെ കാണിച്ചു കൊടുത്തു. അതാണ് ഗോലൻ ഹൈറ്റ്സും സിറിയയുടെ ബോർഡറും ലെബനന്റെ ബോർഡറൊക്കെ എവിടെ? ഇസ്രായേലിന്റെ കയ്യില്ല. അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നേ ഇല്ല. അകത്തോട്ട് 200-300 കിലോമീറ്റർ ഇസ്രായേലിന്റെ കയ്യിലാണ്. അതായത് സെക്യൂരിറ്റി സോൺ എന്നും പറഞ്ഞ് ഇസ്രായേൽ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുക. 300 കിലോമീറ്റർ, 300-400 കിലോമീറ്റർ ഇതാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് ഈ കണ്ണുമടച്ച് അറേബ്യൻ രാജ്യങ്ങൾ, ഈ അറബ് രാജ്യങ്ങൾ കണ്ണുമടച്ച് ഇതിനെ വിശ്വസിക്കുക? കാരണം ഈ അറബ് രാജ്യങ്ങൾക്കൊന്നും സെക്യൂരിറ്റി ഇല്ല. എല്ലാം ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ എപ്പോഴും താഴെ പോകാം. അവർക്ക് അമേരിക്കയുടെ സപ്പോർട്ടില്ല, അവർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. അവരുടെ ഈ പറയുന്ന കൂടാണെങ്കിൽ ഈ പ്രോഡക്റ്റുകളെല്ലാം ഇത് അമേരിക്ക നിയന്ത്രിക്കുന്ന കമ്പനികളാണ് ഇത് പോകുന്നത് മുഴുവൻ. അതാണ് സാമ്പത്തികം, സെക്യൂരിറ്റി, അതായത് സുരക്ഷിതത്വം, ഇതെല്ലാം അമേരിക്കയുടെ കയ്യിലാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അമേരിക്ക ഉദ്ദേശിക്കുന്നതേ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതിനകത്തൊരു മാറ്റി ഇത് മുഴുവൻ ഇസ്രായേലിൻ്റെ കയ്യിലോട്ട് അങ്ങ് പോവുക, ഇൻക്ലൂഡിങ് ഈ ഗാസ മാത്രമല്ല പാലസ്തീനും പോകും, പാലസ്തീൻ വെസ്റ്റ് ബാങ്ക് പോകും. ഈ 2 നേഷൻ എന്ന് പറയുന്നത് ചുമ്മാ ഗിമിക്സാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പച്ച മലയാളം ഒരു ഉറപ്പില്ലാത്ത രാജ്യങ്ങളാണ്. അവൻ്റെ സെക്യൂരിറ്റി അമേരിക്കയുടെ കയ്യിലാണ്. പിന്നെ അവർ ചുമ്മാ ഗിമിക്സ് അടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ ഗെയിം. അല്ലാതെ ഇതിനകത്ത് ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. ഉണ്ടാകുവാണെങ്കിൽ ഹമാസ് 2 ആകും. ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾ അട്ടർ കൺഫ്യൂസ്ഡ് ആണ്. അവരും അമേരിക്കയുടെ അടിമകളായിട്ട് മാറി. ഇതാണ് ഈ ഡീല് കൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നത്.